അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ദിക്ർ, ലത്തീഫ് എന്ന് പറയുന്ന ദിക്ർ, യാ ലത്തീഫു യാ അല്ലാഹ്. ഈ ദിക്ർ നാം ഒക്കെ ചൊല്ലുന്നവരായിരിക്കും. ഈ ദിക്ർ കൊണ്ട് വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക, ഏതൊക്കെ സമയങ്ങളിലാണ് നാം ചൊല്ലേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഒരിക്കലും നടക്കില്ല എന്ന് നാം വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ ഏത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയും. വീടില്ലാത്ത ആളുകൾക്ക് വീട് ലഭിക്കാൻ, വീട് പണി നടക്കാൻ, അതിന് സ്ഥലം കിട്ടാൻ, വീട് പണി പൂർത്തിയാകാൻ ഒക്കെ ഈ ദിക്ർ കൊണ്ട്, ഈ ഇസ്മ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ മക്കളുണ്ടാവാൻ എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് എന്ന് നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ കടങ്ങൾ വീടാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നാം പ്രയാസപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എല്ലാം ഈ ഇസ്മ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അത് ചൊല്ലേണ്ടത് എത്ര എണ്ണമാണ്, ഏതൊക്കെ സമയങ്ങളിലാണ് ചൊല്ലേണ്ടത്, ഏതൊക്കെ ദിവസങ്ങളിലാണ് ചൊല്ലേണ്ടത് എന്ന് പൂർണ്ണമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം, മനസ്സിലാക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഈ ദിക്ർ സ്ഥിരമായി ചൊല്ലുന്നവരായിരിക്കും. ചൊല്ലുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലായി അറിയിക്കണേ ഇൻഷാ അല്ലാഹ്. വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ മറ്റൊരാൾക്ക് ഈ അറിവിനെ ഷെയർ ചെയ്തു കൊടുത്ത് അവർ ഈ ദിക്റിനെ യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ ചൊല്ലുകയാണെങ്കിൽ അവർ ചൊല്ലിയതുപോലത്തെ ഒരു പ്രതിഫലം നിങ്ങൾക്കും അല്ലാഹു തആല നൽകും. അതുകൊണ്ട് വെറുതെയാവില്ല, ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ചോദ്യം ഇടയ്ക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്. ഖുർആനിലെ അഹദ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഉത്തരം കമൻ്റായി അറിയിക്കണേ. വിശുദ്ധ ഖുർആനിലെ അഹദ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? കമൻ്റായി ഉത്തരം അറിയിക്കുക ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോക്ക് നിങ്ങൾ ഒരു അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ് എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കാം. നല്ല ഫലമുള്ള അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന ഒരു ഇസ്മാണ് യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ. ലത്തീഫ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമം, ആ നാമത്തിനോടുകൂടി യാ ചേർത്തുകൊണ്ട്, അവസാനത്തിൽ അള്ളാഹ് എന്ന് ചേർത്തുകൊണ്ട് യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് ചൊല്ലുമ്പോൾ ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പറയണം. താ ആയി പോകരുത്, ലത്തീഫ് എന്നായി പോകരുത്. ആണ് ലത്തീഫ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നാം പറയണം. നമുക്ക് ഒരാൾക്ക് അവൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണം. ഒരുപാട് ആഗ്രഹങ്ങൾ അവനിക്കുണ്ടാകും, ഒരുപാട് ആഗ്രഹങ്ങൾ മനുഷ്യന്മാർക്കുണ്ടാകും. ഏത് ആഗ്രഹമാണ് എന്ന് എണ്ണി പറയേണ്ട ആവശ്യമില്ല. അവൻ്റെ ഏത് ആഗ്രഹമാണെങ്കിലും അവൻ ആ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം രാവിലെ അവന് സുബ്ഹിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് 4000 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ആത്മാർത്ഥതയോടുകൂടി 4000 തവണ അവൻ ചൊല്ലിയിട്ട് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവൻ്റെ ഏത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം അവനിക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഇനി വിവാഹ തടസ്സങ്ങളുള്ളവരാണ്, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ആർക്കാണെങ്കിലും വിവാഹ തടസ്സങ്ങളുണ്ട്. ആ വിവാഹ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാൻ
വിവാഹം നടക്കാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടാകും. ഒന്നിരിക്കൽ സൗന്ദര്യക്കുറവ് കൊണ്ട് വിവാഹം നടക്കാതിരിക്കുന്നവരുണ്ടാകും. അതല്ലെങ്കിൽ എല്ലാം ഒത്തുവന്നിട്ടുണ്ട്, ഇണകളെ കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും. ഏത് പ്രയാസമാണെങ്കിലും, സാമ്പത്തികമായിരിക്കുന്ന പ്രയാസമാണെങ്കിലും, ഏത് പ്രയാസം കൊണ്ടാണോ നിങ്ങളുടെ വിവാഹം നടക്കാതിരിക്കുന്നത്, ആ പ്രയാസം നീങ്ങി നിങ്ങൾക്ക് അനുയോജ്യരായിരിക്കുന്ന ഇണകൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇനി പറയുന്ന രൂപത്തിൽ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ സാധിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. പൂർണ്ണമായ ഒരു വുളൂ എടുത്ത് കുളിച്ച് നല്ല ശുദ്ധിയായിട്ട് 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം. ഹാജത്തിൻ്റെ നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി 2 റക്അത്ത് നിസ്കാരം, അതാണ് ഞാൻ ഹാജത്ത് നിസ്കാരം നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് ഒരു സുന്നത്ത് നിസ്കരിക്കുക. ഇങ്ങനെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാര ശേഷം ഒരു 100 തവണ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് അവൻ പ്രാർത്ഥിക്കുക. അവൻ്റെ വിവാഹ തടസ്സങ്ങൾ നീങ്ങുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്താൽ നീങ്ങുമെന്നല്ല, ഒരുപാട് ദിവസങ്ങളിൽ ഒരാഴ്ചയോ അതല്ലെങ്കിൽ 21 ദിവസമെങ്കിലുമൊക്കെ തുടരെയായി നാം ഇങ്ങനെ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി ഒരാൾക്ക് വലിയ ശത്രുക്കളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, അവൻ്റെ കച്ചവടത്തിൽ അസൂയാലുക്കളുണ്ട്, അവൻ്റെ വീടുമായി ബന്ധപ്പെട്ട അസൂയാലുക്കളുണ്ട്, അവനോട് തന്നെ ശത്രുക്കളുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനിക്ക് ആ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ യാ ലത്തീഫ് എന്ന ഇസ്മ കൊണ്ട് കഴിയും. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ യാ ലത്തീഫ് എന്നുള്ള ഇസ്മ കൊണ്ട് കഴിയും. എങ്ങനെയാണ് അവൻ ചൊല്ലേണ്ടത്? അവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായ ഒരു വുളൂ എടുത്തുകൊണ്ട് 16,641 തവണ ചൊല്ലുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ 16,641 എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടില്ല ഉസ്താദെ, എങ്ങനെ ചൊല്ലി തീർക്കാൻ കഴിയുമെന്ന് പറയുന്നവരുണ്ടാവാം, ചിന്തിക്കുന്നവരുണ്ടാവാം. ഒരു തവണ പൂർണ്ണമായും ചൊല്ലി തീർക്കണമെന്നല്ല, നിശ്ചിത എണ്ണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 100 എണ്ണം ചൊല്ലാൻ വേണ്ടി കരുതിയിട്ട് ആ 100 എണ്ണം പൂർണ്ണമായി ചൊല്ലുക. ഈ 100 എണ്ണം ചൊല്ലുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കരുത്, സംസാരിക്കാതെ 100 തവണ ചൊല്ലുക. എന്നിട്ട് 100 എണ്ണം പൂർത്തിയാക്കി ഇങ്ങനെ അടുത്ത 100, ഇങ്ങനെ 16,641 തവണ ചൊല്ലി പൂർത്തിയാക്കുക. 100 എന്നുള്ളത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഒരാൾക്ക് 1000 ചൊല്ലാൻ പറ്റും. ഇടയിൽ സംസാരിക്കരുത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഷർത്താണ്. അത് നാം പാലിച്ചുകൊണ്ട് ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട്, ഒരാളുടെയും ശല്യമില്ലാത്ത സ്ഥലത്തിരുന്നു കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ തീർച്ചയായും നമുക്ക് ഫലം ലഭിക്കും. നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കച്ചവട സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മറ്റ് ഏത് രൂപത്തിലുള്ള ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം ഇതോടുകൂടി മാറിക്കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി കുഞ്ഞുങ്ങളുണ്ടാവാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ പോയി ധാരാളം പണം ചെലവാക്കി എന്നിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ആ രൂപത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ നല്ല വുളൂ ഒക്കെ എടുത്ത് പൂർണ്ണമായ വുളൂ എടുക്കുക. പൂർണ്ണമായ വുളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുന്നത്തുകളും ഫർളുകളും എല്ലാം എടുത്തുകൊണ്ട്, ദുആഉം എല്ലാം എടുത്ത് പൂർണ്ണമായ രീതിയിലുള്ള ഒരു വുളൂ എടുത്തതിന് ശേഷം അവൻ തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദിൻ്റെ സമയത്താണ് എഴുന്നേൽക്കേണ്ടത്. ഇങ്ങനെ തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റിട്ട് 16,641 തവണ യാ ലത്തീഫ് ചൊല്ലി തീർക്കുക. ഒരു ദിവസം കൊണ്ട് തീർക്കണമെന്നല്ല, കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് ചൊല്ലി തീർത്തിട്ട് ഓരോ ദിവസവും എനിക്ക് പടച്ച റബ്ബേ കുഞ്ഞിനെ തരണമെന്ന ചിന്തയോടുകൂടി നിങ്ങൾ ചൊല്ലി നോക്കൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഫലം ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി
നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങണം. ഒരുപാട് പ്രയാസങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ നീങ്ങണം. നമ്മുടെ വേദനകൾ മാറിക്കിട്ടണം, രോഗങ്ങൾ മാറണം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ 9 ദിവസം കൊണ്ട് 16,641 തവണ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ചൊല്ലിത്തീർക്കുക. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ചൊല്ലിത്തീർക്കുക. ഓരോ നിസ്കാര ശേഷവും 129 തവണ ചൊല്ലിയിട്ട് അങ്ങനെ ചൊല്ലിത്തീർത്താലും മതി. ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ തവണ ചൊല്ലുമ്പോഴും അല്ലാഹു ലത്തീഫുൻ ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലത്തീഫുൻ ബി ഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ് എന്ന ആയത്തിന് 7 തവണ ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഇത് പതിവാക്കിയിട്ട് ഈ ദിക്റിനെ 16,641 തവണ ചൊല്ലിയിട്ട് നിങ്ങളുടെ ഏത് പ്രയാസമാണെങ്കിലും ആ പ്രയാസം നീങ്ങണമെന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ഈ ഇസ്മിനെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഫലം ലഭിക്കും. അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇനി ജയിലിൽ അകപ്പെട്ട ഒരാളുണ്ട്, അതല്ലെങ്കിൽ മറ്റു വളരെ വലിയ ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ട ഒരാളുണ്ട്. ആ അകപ്പെട്ട ജയിലിൽ നിന്ന് അവനിക്ക് മോചിതനാവണം, ആ തടവറയിൽ നിന്ന് അവനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബക്കാർ, അവനോട് ബന്ധപ്പെട്ട ആളുകൾ, ഇനി അവൻ തന്നെ ജയിലിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുക 16,641 തവണ യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ചൊല്ലുന്നതോടൊപ്പം തന്നെ സൂറത്തു യൂസുഫിലെ 100-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗം ഇന്ന റബ്ബീ ലത്തീഫുൻ ലിമാ യശാഉ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം എന്ന് ആയത്ത് കൂടെ ചൊല്ലണം. അതോടൊപ്പം തന്നെ സൂറത്തുൽ അൻആമിലെ 103-ാമത്തെ ആയത്ത്, സ്ക്രീനിൽ കാണിക്കുന്ന ആ ആയത്ത്, ലാ യുദ്രികുഹുൽ അബ്സ്വാറു വഹുവ യുദ്രികുൽ അബ്സ്വാറു വഹുവൽ ലത്തീഫുൽ ഖബീർ, ഈ ആയത്തിനെയും കൂടി അവൻ കൂട്ടത്തിൽ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇസ്മിനെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാ ദിവസവും ഒരു 129 തവണ നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. മഹാന്മാരൊക്കെ പഠിപ്പിച്ചത് കാണാം. 129 ലത്തീഫ് എന്നുള്ള ഇസ്മിൻ്റെ അദദ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 129 തവണ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി നാം തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.